എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉത്തരവാദിത്വത്തോടു കൂടിയും നന്മയോടുകൂടിയും ജീവിക്കാൻ പറ്റുക എന്നാൽ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഏറ്റവും വലിയൊരു സുഹൃത്താണ്. നല്ലൊരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതും നന്മയോടുകൂടിയും സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയും മറ്റുള്ളവരോട് പെരുമാറിയും ഒക്കെ ജീവിക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ ആ ഒരു ജീവിതത്തിന് ഒരു പൂർണ്ണതയും ഒരു അർത്ഥവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില നേരങ്ങളിലൊക്കെ അവർക്ക് ക്ഷേത്രത്തിൽ പോകുവാനോ അല്ലെങ്കിൽ ദൈവത്തിനോട് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനോ നാമജപം തീരെ സാധിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മനസ്സിലിങ്ങനെ തോന്നാണ്, ഓ എന്ത് ദൈവം, എന്ത് നാമജപം, ഇത് ചൊല്ലിയിട്ട് ഇപ്പം എന്താ, അതൊരു കല്ലല്ലേ, ഇതിനൊക്കെ പൂജിച്ചിട്ട് വല്ല ഉപകാരമുണ്ടോ, എൻ്റെ ജീവിതത്തിൽ എന്നും കഷ്ടതകളും നഷ്ടങ്ങളും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതം തള്ളി നീക്കുന്ന ഓരോ വ്യക്തികളുണ്ട് നമുക്കിടയിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമുക്ക് വരാനിരിക്കുന്ന കഷ്ടകാലത്തെയാണ്. കഷ്ടകാല സമയത്ത് മാത്രമേ നമുക്ക് ഈ വക ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുകയുള്ളൂ. ക്ഷേത്രത്തിൽ പോകാനും മടിയായിരിക്കും, നാമം ജപിക്കാനും മടിയായിരിക്കും, നല്ല കാര്യങ്ങൾ ചെയ്യാനും അത് കാണാനൊക്കെ അവർക്ക് മടി തന്നെയായിരിക്കും. അപ്പോൾ കഷ്ടകാല സമയത്താണ് ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിക്കുകയാണ്. ഇങ്ങനെ വെളുക്ക് കൊളുത്താനൊന്നും സന്ധ്യാസമയത്ത് നേരം കാണില്ല, നാമം ജപിക്കാൻ നേരം കാണില്ല, പിന്നെ എങ്ങനെ അതൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത്, നാമം ജപിക്കാൻ തോന്നാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, നാരായണ ചൊല്ലിക്കൊണ്ടിരിക്കുക, നാരായണനെ ഭജിക്കുക എന്നാണ് പറയുക. നാരായണ ജപമാണ് ജപങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ഷത്തിലേക്ക് ഉള്ള മാർഗത്തിൽ രണ്ടാമത് നിൽക്കുന്ന ഒരു മാർഗ്ഗമാണ് നാരായണ ഭജനം എന്ന് പറയുന്നത്. ഓം എന്ന് മുന്നിൽ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു മന്ത്രമായി മാറി, മറിച്ച് വെറും നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരു ജപമാണ്. ഓം എന്ന് പറഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ അത് മന്ത്രമാകുന്നു. അപ്പോൾ മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് കുളിച്ച് വൃത്തിയോടെയും വെടുപ്പോടെയും ശുദ്ധിയോടെയും മാത്രമേ മന്ത്രം ജപിക്കാൻ നമ്മൾ ഇരിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അതിന് ഫലം കാണൂ. പക്ഷെ ജപം അങ്ങനെയല്ല. നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ജപത്തിന് അങ്ങനെ പ്രത്യേകിച്ച് നിഷ്ഠകളൊന്നും തന്നെ ഇല്ല. ക്ഷേത്രത്തിൽ പോകുവാൻ മടിയുള്ള സമയത്ത് നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ്, ഒന്നൊന്നും വയ്യ, പിന്നെ ആവട്ടെ, അടുത്ത മാസമാവട്ടെ, അടുത്ത ആഴ്ച ആവട്ടെ എന്നൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നിക്കും. ആ സമയങ്ങളിലെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പരമാവധി നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം സമയം ഉണ്ടാക്കി മനഃപൂർവ്വം തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. ആ പോസിറ്റീവായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ പരമാവധി എത്തിപ്പെടാൻ ശ്രമിക്കുക. ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും ഒരു സംതൃപ്തിയൊക്കെ തോന്നാറുണ്ട് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്ര പരിസരമാകെ നിറയുന്ന ആ പോസിറ്റീവ് എനർജി. നമ്മളൊരു വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിച്ച് നോക്കുക. ആ വിഗ്രഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അതിങ്ങനെ തിളങ്ങി നിൽക്കുക. നമ്മളിങ്ങനെ ആ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലോട്ട് ഇങ്ങനെ പടർന്ന് കയറും. നമുക്കത് അനുഭവം ഉണ്ടാവും. നമ്മൾ ആ ക്ഷേത്ര നടയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയെ നമ്മൾ തൊട്ടടുത്ത് നിന്ന് നേരിട്ട് നിന്ന് ഭഗവാനോട് നേരിട്ട് നിന്ന് നമ്മളത് നമ്മുടെ ശരീരത്തിലോട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ പോയി വരുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നല്ല സന്തോഷവും മനസ്സിന് സമാധാനവും ഒക്കെ ഉണ്ടാവാൻ കാരണം. അപ്പോൾ എല്ലാവരും ക്ഷേത്ര ദർശനവും നാമജപവും കഷ്ടതകൾ വരുമ്പോഴും എല്ലാം മുടക്കാതെ പരമാവധി കൂട്ടുവാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ദോഷങ്ങളെ വരുത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സൂചനകളാണിത്. ഈ വക മടുപ്പും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളെല്ലാം നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്നതും. കുറേയധികം ശുദ്ധികളുണ്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് എനർജി നമുക്ക് സ്വീകരിക്കാനൊക്കെ നമ്മൾ തയ്യാറാവാൻ
പാടുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒന്നാമതായിട്ട് പറയുന്നത് മനഃശുദ്ധി, വാക്ശുദ്ധി, സംസാരശുദ്ധി എന്ന് പറയും. പിന്നെ ആഹാരശുദ്ധിയുണ്ട്, പിന്നെ ചുറ്റുപാടുമുള്ള ശുദ്ധി. അപ്പോൾ മനഃശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ട് നടക്കുക, മറ്റുള്ളവരെ ആരെയും ദ്രോഹിക്കണം, കഷ്ടപ്പെടുത്തണം എന്നുള്ള ചിന്തകളെല്ലാം മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് നല്ലത് വരണം എന്നുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ തന്നെ വച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് മനസ്സ് ശുദ്ധിയാക്കുക എന്ന് പറയാൻ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക, അത് പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. വാക്ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ കൊണ്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരെയും ശപിക്കാതിരിക്കുക, ശാപവാക്കുകൾ ഏൽക്കാതിരിക്കുക എന്ന് പറയും. മറ്റുള്ളവരെ ശപിച്ചും ദുഷിച്ചും ചീത്ത പറഞ്ഞും തെറി പറഞ്ഞും അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒന്ന് നിർത്തുക, എങ്കിൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് ആഹാരശുദ്ധിയിൽ പറയും നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയായിട്ടും ഈശ്വരനെ മനസ്സിലോർത്ത് വേണം ഭക്ഷണം പാകം ചെയ്യാൻ തന്നെ എന്ന് പറയും. ആ ആഹാരം ഈശ്വരനെ ഓർത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പാചകം ചെയ്യുന്ന ആ ആഹാരത്തിന് അമൃതിന് തുല്യമാണെന്ന് പറയും. അല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ പൂജിച്ചിട്ട് നമ്മൾ കിട്ടുന്ന പ്രസാദം പോലെയാണ് അങ്ങനെ ഉള്ള മനസ്സോടുകൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം. ആഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കാനേ പാടില്ല. കാരണം ആ ചിന്തകൾ വിഷത്തിന് തുല്യമാണ്. അത് നമ്മുടെ ഭക്ഷണത്തിലോട്ട് കലരും. അത് കഴിക്കുന്ന അപ്പം എന്തുണ്ടാവുക, അത് കഴിക്കുന്ന ആളുകൾക്കും നെഗറ്റീവായിട്ടുള്ള ദുഷിച്ച ചിന്തകൾ ഉണ്ടാകും. നമ്മൾ ഏത് രീതിയിലാണോ ഭക്ഷണം പാകം ചെയ്യുന്നത് ആ രീതിയിലുള്ള ഫീലിങ്സ് അത് അങ്ങനെ തന്നെ കൺവേർട്ടായി ഭക്ഷണത്തിൽ കലറുകയും പിന്നെ ആ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കും അതേ രീതിയിലുള്ള ചിന്താ തരംഗങ്ങളാണ് അവരുടെ ശരീരത്തിൽ ആകെ പുറപ്പെടുന്നത്. അപ്പോൾ നല്ലത് ചിന്തിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചിന്തകൾ മനസ്സിൽ വരും, അത് കഴിക്കുന്ന ആളുകൾക്കും ഗുണമുണ്ടാകും. മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തരംഗങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ. അപ്പോൾ മൊത്തം നെഗറ്റീവിലോട്ട് പോയി. അപ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത് അവിടെ കട്ടാവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുക. പിന്നെ വരുന്നത്